ഓക്കെ. സോ ഇന്ന് നമുക്ക് ഫുഡ് ചെയ്യുന്നതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. So move to the first question. Which of the following deals with how food is adjudged to the consumer or by the consumer? So ഈ തന്നിരിക്കുന്ന ടേംസിൽ ഏത് വെച്ചിട്ടാണ് എന്താ കൺസ്യൂമേഴ്സ് ഫുഡിനെ ജഡ്ജ് ചെയ്യുന്നത്? ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡീൽസ് വിത്ത് ഹൗ ഫുഡ് ഈസ് അഡ്ജഡ്ജ് ബൈ ദ കൺസ്യൂമർ? നമുക്ക് തന്നിരിക്കുന്ന ഈ പാരാമീറ്റേഴ്സിന് എന്ത് വെച്ചിട്ടാണ് എന്താ കൺസ്യൂമേഴ്സ് ഫുഡിനെ എന്താ പറയാ ജഡ്ജ് ചെയ്യുന്നത്? ഫുഡ് മൈക്രോബയോളജി, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, സെൻസറി അനാലിസിസ്, ഫുഡ് ഫിസിക്സ്. സോ എന്തിനെ വെച്ചിട്ടാണ് എന്ത് കൺസ്യൂമേഴ്സ് ഇതിനെ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്നത്? ഡിപ്പെൻസ് ഓൺ എന്താണ് അതിന്റെ സെൻസറി അനാലിസിസ്. ഓക്കെ. സോ സെൻസറി അനാലിസിസ് ഡീൽസ് വിത്ത് ഹൗ ദ ഫുഡ് ഈസ് അഡ്ജസ്റ്റ് ബൈ ദ കൺസ്യൂമർ. സോ ഒരു കൺസ്യൂമർ ഒരു ഫുഡിനെ കൺസ്യൂം ചെയ്യാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾ അതിനെ ട്രീറ്റ് ചെയ്ത് കഴിച്ചു നോക്കാന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ളത് അതിന്റെ ഓവറോൾ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിന്റെ സെൻസറി അനാലിസിസ് അല്ലെങ്കിൽ അതിന്റെ സെൻസറി പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Industry lobbying, local to international rules, quality and food safety, etc. includes which component of the food industry? അതായത് ഇൻഡസ്ട്രി ലോബിയിങ്, അതുപോലെ തന്നെ ലോക്കൽ ടു ഇന്റർനാഷണൽ റൂൾസ്, നമ്മുടെ ഫുഡിന്റെ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി, ഇതൊക്കെ ഫുഡ് ഇൻഡസ്ട്രിയുടെ ഏത് കമ്പോണന്റിനകത്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഓക്കെ. ഇതിനകത്താണ് അതിന്റെ R&D ഡിപ്പാർട്ട്മെന്റിലാണോ, ഫിനാൻഷ്യൽ സർവീസസിലാണോ, റെഗുലേഷനിലാണോ, ഹോൾസെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലാണോ, എന്തിലാണ് ഫുഡിന്റെ ക്വാളിറ്റി ആൻഡ് ഫുഡ് സേഫ്റ്റി പോലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഓക്കെ. എന്തിനകത്താണ്? So regulations. Food regulation ensures industry lobbying, local to international rules, quality and food safety. So food regulation ആണ് ഇൻഡസ്ട്രി ലോബിങ്ങും ലോക്കൽ ആൻഡ് ഇന്റർനാഷണൽ റൂൾസിനെ കുറിച്ചും പിന്നെ ക്വാളിറ്റി ഓഫ് ആൻഡ് ഫുഡ് സേഫ്റ്റി, ആ ഫുഡിന്റെ ക്വാളിറ്റി അതിന്റെ സേഫ്റ്റി പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ദെൻ which of the following does not constitute 90% of dry weight of any food? So ഇതിൽ ഇതിനകത്താണ് 90% of dry weight ഇല്ലാത്തത്? Which of the following does not constitute 90% of dry weight of any food? ഒരു ഫുഡിന്റെയും 90% of dry weight ഇല്ലാത്തത് ഏതിനകത്താണ്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്. ഓക്കെ. ഏതിനകത്താണ്? ഓപ്ഷൻ ബി, അതായത് ഏതാ? ഫൈബേഴ്സ്. സോ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, പ്രോട്ടീൻ കോൺസ്റ്റിറ്റ്യൂട്ട്സ് 90% ഓഫ് ഡ്രൈ വെയിറ്റ് ഓഫ് എനി ഫുഡ്. നമ്മളിപ്പോൾ ഏതൊരു ഫുഡ് കൺസിഡർ ചെയ്യുവാണെങ്കിലും അതിനകത്ത് എന്തുണ്ട്? കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ്, ഫാറ്റിന്റെ കണ്ടന്റ്, പ്രോട്ടീന്റെ കണ്ടന്റ്, ഇതൊക്കെ നമ്മൾ അതിനകത്തുണ്ട്. അതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യാത്ത ഒരേ ഒരു സാധനം എന്താണ്? ഡയറ്ററി ഫൈബർ. ഓക്കെ. അല്ലെങ്കിൽ ഫൈബർ കണ്ടാണ് നമ്മൾ പറയാത്തത്. ഒരു ഫുഡിന്റെ 100% എടുത്താൽ അതിനകത്ത് 90%, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും മോയ്സ്ചറും ആഷും ഒക്കെയാണ് ആ ഒരു 100%-നകത്ത് വരുന്നത്. അതിനകത്ത് ഒരിക്കലും വരില്ല? ഡയറ്ററി ഫൈബർ വരില്ല. ഓക്കെ. Which sentence is untrue with respect to the human body? നമ്മുടെ ഹ്യൂമൻ ബോഡിയെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ഏത് സെന്റൻസ് ആണ് തെറ്റായിട്ടുള്ളത്? ഓക്കെ. അൺകൺസ്യൂംഡ് വാട്ടർ ബ്രോക്കൺ ലീഡ്സ് ടു ഫാറ്റ്. കാർബോഹൈഡ്രേറ്റ് ബ്രോക്കൺ ആകുമ്പോൾ എന്താവും? ഷുഗർ ആവും. പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അമിനോ ആസിഡ് ആകും. ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫാറ്റി ആസിഡും കൊളസ്ട്രോളും ആകും. ഓക്കെ. സോ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത്? അതായത് അൺകൺസ്യൂംഡ് വാട്ടർ, നമ്മുടെ ശരീരത്ത് കൺസ്യൂം ചെയ്യാത്ത വാട്ടർ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താവും? ഫാറ്റ് ആകും. ഒരു സെന്റൻസ്. 2, കാർബോഹൈഡ്രേറ്റ്സ് ബ്രോക്കൺ ഡൗൺ ചെയ്ത് എന്താകും? ഷുഗേഴ്സ് ആവും. 3, പ്രോട്ടീൻ ബ്രോക്കൺ ഡൗൺ ചെയ്ത് എന്താവും? അമിനോ ആസിഡ്സ് ആവും. ഓക്കെ. ഇനി 4, ഫാറ്റ്സ് ബ്രോക്കൺ ഡൗൺ ചെയ്ത് എന്താകും? ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ ആകും. ഓക്കെ. സോ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത്? എ ആണ്. അൺകൺസ്യൂംഡ് വാട്ടർ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താവും? ഫാറ്റ് ആകും. ഫാറ്റ് ആകുമോ? നമ്മുടെ ബോഡിയിൽ കൺസ്യൂം ചെയ്യാത്ത വാട്ടർ എങ്ങനെയാണ് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? Okay. So water isn't converted into anything inside the body. It is just as a carrier and remove toxins from the body via sweat and urine. So water എന്താണ്? വാട്ടർ
നമ്മുടെ ബോഡിയിൽ ഒരിക്കലും ഒന്നായിട്ടും കൺവേർഷൻ നടക്കത്തില്ല. ഓക്കെ, അത് ജസ്റ്റ് എന്താണ്, ഒരു കാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് ടോക്സിൻസിനെ റിമൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെ ക്യാരി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരിയർ ആയിട്ടോ, അല്ലെങ്കിൽ ടോക്സിൻസിനെ എന്താ സ്വെറ്റോ യൂറിൻ വഴിയൊക്കെ റിമൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, വാട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, then which provides energy very slowly. സോ നമുക്ക് തന്നിരിക്കുന്ന ഇത്രയും കമ്പോണൻസിനകത്തുനിന്ന് ഏതാണ് എന്ത് എനർജി വളരെ കുറവായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻ, ഫൈബർ. ആരാണ് ഏറ്റവും കുറച്ച് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി എന്താണ്? Fat. Okay, so carbohydrates provide quick energy, proteins are for body growth, fiber do not provide energy as they don't have any calorific value, and fats slowly provide energy. Okay, സോ എന്താണ്, കാർബോഹൈഡ്രേറ്റ്സ് വളരെ പെട്ടെന്ന് എനർജി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പ്രോട്ടീൻസ് നമ്മുടെ ബോഡി എന്താ ബിൽഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോകും. ഫൈബർ എന്താണ്, നമുക്ക് എനർജി ഒന്നും പ്രത്യേകിച്ച് കാലറിഫിക് വാല്യൂയിൽ എന്താണ് എനർജി ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ഏറ്റവും കുറച്ച്, അല്ലെങ്കിൽ കുറച്ചെന്നല്ല, ഏറ്റവും പതിയെ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഫാറ്റ് ആണ്. ഏറ്റവും കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നതും ആരാണ്? ഫാറ്റ് തന്നെയാണ്. പക്ഷെ അത് ചെയ്യുന്ന രീതി, അതായത് സ്ലോലി ആണ് അത് ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഓക്കെ, then which of the following is untrue? ഇതിനകത്ത് ഏതാണ് അൺട്രൂ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളത്? എ gram of carbohydrate or protein contains 4 calories. അതായത് 1 gram of carbohydrate അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ത് പ്രൊവൈഡ് ചെയ്യും? 4 കിലോ കാലറീസ് ഓഫ് എനർജി പ്രൊവൈഡ് ചെയ്യും. ദെൻ എ gram of fat contains 9 calories of energy. 1 gram of ഫാറ്റിൽ നിന്ന് എത്ര കാലറി കിട്ടും? 9 കാലറീസ് കിട്ടും. ദെൻ എ gram of fat contains 5 calories. 1 gram of ഫാറ്റിൽ നിന്ന് എത്ര കിട്ടും? 5 കാലറി കിട്ടും. ദെൻ നൺ ഓഫ് ദി മെൻഷൻ. ഇതൊന്നുമല്ല. സോ എന്താണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് എന്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്? എ gram ഓഫ് ഫാറ്റ് കണ്ടെയ്ൻസ് 5 കാലറീസ്. 1 gram ഓഫ് ഫാറ്റിൽ നിന്ന് എന്ത് കിട്ടും? 5 കാലറീസ് കിട്ടും. തെറ്റാണ്. 1 gram ഓഫ് ഫാറ്റിൽ നിന്ന് എത്ര കിട്ടും? 9 കാലറീസ് കിട്ടും. ഓക്കെ, so 4 calories makes a gram of carbohydrate or protein and 9 calories makes a gram of fat. 1 gram of carbohydrate നിന്ന് 4 കിലോ കാലറീസ് കിട്ടും. 1 gram of പ്രോട്ടീനിൽ നിന്ന് 4 കിലോ കാലറീസ് കിട്ടും. ദെൻ എന്താണ്, 1 gram of ഫാറ്റിൽ നിന്ന് എത്ര കിട്ടും? 9 കാലറീസ് കിട്ടും. ഓക്കെ, then storage requirements and stability, product attributes, conductivity to produce, sale, etc. The above activities refer to which step of the food industry? എന്താണ് നമ്മുടെ ഇതിന്റെ സ്റ്റോറേജ് റിക്വയർമെന്റ്സ്, അതിന്റെ പ്രോഡക്റ്റിന്റെ സ്റ്റെബിലിറ്റി, അതിന്റെ പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട്സ്, ഈ പറയപ്പെട്ട ഈ പ്രോഡക്റ്റിന്റെ സെയില്, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ് ഫുഡ് ഇൻഡസ്ട്രിയുടെ ഏത് സ്റ്റെപ്പിനകത്താണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്? അതിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ മാനുഫാക്ചർ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ മാർക്കറ്റിംഗ്. ഓക്കെ, എന്തിനകത്താണ് വരുന്നത്? ഓപ്ഷൻ സി, ദാറ്റ് ഈസ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സോ സ്റ്റോറേജ് റിക്വയർമെന്റ്, സ്റ്റോറേജിന്റെ സ്റ്റെബിലിറ്റി, പ്രോഡക്റ്റിന്റെ ആട്രിബ്യൂട്ട്സ്, പ്രോഡക്റ്റിന്റെ സെയില്, ഇതൊക്കെ എന്തിനകത്താണ് വരുന്നത്? ഒരു പ്രോഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷനകത്താണ് വരുന്നത്. ഓക്കെ, പറയപ്പെട്ട കാര്യങ്ങൾ എല്ലാം. Then, with respect to the identification of an allied industry, which is an allied industry with the food industry. So, എന്താണ് ഒരു allied ഇൻഡസ്ട്രിയുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയോട് വരുന്ന എന്താണ് ഒരു allied ഇൻഡസ്ട്രി ഏതാണ്? അതായത് അതിനോട് ജോയിൻ ആയിട്ട്, അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ കൊളാബ് ചെയ്ത് വരുന്ന ഒരു allied ഇൻഡസ്ട്രി ഏതാണ്? എക്സ്പ്ലോസീവ് ഇൻഡസ്ട്രി, പാക്കേജിംഗ് ഇൻഡസ്ട്രി, ജൂട്ട് ഇൻഡസ്ട്രി, ലെതർ ഇൻഡസ്ട്രി. ഏതാണ്? ഓപ്ഷൻ ബി എന്താണ്? പാക്കേജിംഗ് ഇൻഡസ്ട്രി. സോ നോൺ ഫുഡ് കമ്പോണൻസ് ആൻഡ് ഫോർ മാർക്കറ്റിംഗ് മാനുഫാക്ചറിംഗ് കമ്പനീസ് ആർ കോൾഡ് അലൈഡ് ഇൻഡസ്ട്രീസ്. നോൺ ഫുഡ് കമ്പോണൻസും അല്ലെ അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റിംഗ് മാനുഫാക്ചറിംഗ് കമ്പനീസിനെയൊക്കെയാണ് എന്ത് നമ്മൾ അലൈഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയോട് കമ്പൈൻ ചെയ്ത് വരുന്ന അലൈഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏതാണ്? പാക്കേജിംഗ് ഇൻഡസ്ട്രിയാണ്. ബാക്കി പറഞ്ഞ എക്സ്പ്ലോസീവും ജൂട്ടും ലെതറും ഒന്നും എന്താണ് നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയോട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, സോറി, വരുന്നതല്ല. അതിനകത്ത് നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയോട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത് ഏതാണ്? പാക്കേജിംഗ് ഇൻഡസ്ട്രിയാണ്. ദെൻ
Food industry is a high volume industry, hence any losses may be a major loss to the producer. So food industry എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹൈ വോളിയം ഇൻഡസ്ട്രി ആണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്താണ് ഒരു ലോസ് വരിക എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആർക്ക്, പ്രൊഡ്യൂസറിന് ഒരു മേജർ ലോസ് ആയിരിക്കും. ശരിയോ തെറ്റോ? ആൻസർ എ എന്താണ്, ട്രൂ, സത്യമാണ്. കാരണം എന്താണ്, ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദ ഫുഡ് ഇൻഡസ്ട്രി ഈസ് എ ഹൈ വോളിയം ഇൻഡസ്ട്രി. ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹൈ വോളിയം ഇൻഡസ്ട്രി ആണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു ലോസ് വരിക എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൊഡ്യൂസറിന് എന്താണ്, നല്ല രീതിയിലുള്ള ഒരു ലോസ് ആയിരിക്കും. ഓക്കെ, അവരുടെ പ്രോഫിറ്റിൽ എന്താണ്, അത് നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. Then, increasing agriculture efficiency is the most important way to make sure food products meet the necessity. So, agriculture efficiency increase ചെയ്യാന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ആ ഫുഡ് പ്രൊഡക്ഷൻ അതിന്റെ അത്യാവശ്യ ഭാഗങ്ങളെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഓക്കെ, അഗ്രികൾച്ചർ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ അതിന് വേണ്ടപ്പെട്ട എല്ലാ ഭാഗങ്ങളിലും പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അത് ട്രൂ ആണോ ഫോൾസ് ആണോ? എന്താണ്, ട്രൂ ആണ്. ദാറ്റ് ഈസ് ഇൻക്രീസിംഗ് ദ എഫിഷ്യൻസി ഓഫ് അഗ്രികൾച്ചർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേ ടു മേക്ക് ഷുവർ ഫുഡ് പ്രൊഡക്ഷൻ മീറ്റ്സ് ദ ഡിമാൻഡ്. സോ അഗ്രികൾച്ചർ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പറയാൻ പറ്റും, നമ്മുടെ ആ ഫുഡ് പ്രൊഡക്ഷൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡിമാൻഡും മീറ്റപ്പ് ചെയ്യുന്നുണ്ട് എന്നെന്താണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്? നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ നിന്ന് എന്താണ് കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തത്? Storage of energy, fuel for metabolism, structural components, none of the mentioned. So ഈ തന്നിരിക്കുന്നതിൽ നിന്ന് ഏതാണ് കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തത്? ഏതാണ് കാർബോഹൈഡ്രേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത്? ഇതൊന്നും എന്താണ് കാർബോഹൈഡ്രേറ്റ് ഫംഗ്ഷൻ അല്ല. ഓപ്ഷൻ ഡി. സോ കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്, സ്റ്റോർ എനർജി, ആർ ഫ്യൂവൽ ഫോർ ദ മെറ്റബോളിസം ആൻഡ് ഗ്ലൂക്കോസ് ആൻഡ് സ്ട്രക്ചർ കമ്പോണന്റ് സെല്ലോസ്. സോ ഇതെന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് കാർബോ? ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് എന്താണ്, ഇതൊന്നും ലൈക്ക് എന്താണ്, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, നൺ ഓഫ് ദ മെൻഷൻ. സോ കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്, എനർജി സ്റ്റോർ ചെയ്യും ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ, നമ്മുടെ ബോഡിയിൽ ഫ്യൂവൽ ആയിട്ട് ആക്ട് ചെയ്യും ഫോർ മെറ്റബോളിസം, ഏത് ഫോമില്, ഗ്ലൂക്കോസിന്റെ ഫോമില്. സ്ട്രക്ചറൽ കമ്പോണന്റ് ആക്ട് ചെയ്യും എന്താണ്, സെല്ലുലോസ്. Okay, then this carbohydrate is used during intense exercising. Which among the following is it? So ഏത് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഏത് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റിനെയാണ് ഇന്റൻസ് ആയിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യുന്നത്? ഏത് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റിനെയാണ് ഇന്റൻസ് ആയിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യുന്നത്? സ്റ്റാർച്ച്, സുക്രോസ്, ഫ്രക്ടോസ്, ഗ്ലൈക്കോജൻ. ഏതാണ്? ഓപ്ഷൻ ഡി, ഗ്ലൈക്കോജൻ. നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്ന ഏത് ഫോമിലാണ്? ഗ്ലൈക്കോജന്റെ ഫോമിലാണ്. നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ എന്താണ് കൺവേർട്ട് ചെയ്യുന്നത്? ഈ ഗ്ലൈക്കോജൻ ആണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഗ്ലൈക്കോജൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ ലിവർ ബൈ ദ ബോഡി ആൻഡ് യൂസ്ഡ് ഡ്യൂറിങ് ഇന്റൻസ് എക്സസൈസിങ്. നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ലിവറിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫോമാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്ത് ചെയ്യും, നമ്മൾ ഇന്റൻസ് ആയിട്ട് എക്സസൈസ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ തന്നെ എന്ത് ചെയ്യും, നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? Sucrose is made of galactose and glucose. Lactose is made up of glucose and fructose. Lactose is made up of galactose and fructose. Sucrose is made up of glucose and fructose. So ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? എന്താണ്? സുക്രോസ് is made up of galactose and glucose. സുക്രോസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ് കൊണ്ട്. ദെൻ ലാക്ടോസ് is made up of glucose and fructose. ലാക്ടോസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും കൊണ്ടും. ദെൻ ലാക്ടോസ് is made up of galactose and fructose. ലാക്ടോസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഗാലക്ടോസും ഫ്രക്ടോസും കൊണ്ടും. ദെൻ എന്താണ്? സുക്രോസ് is made up of glucose and fructose. സുക്രോസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും കൊണ്ടും. സോ ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് സുക്രോസ് അല്ലെങ്കിൽ ഇൻവേർട്ട് ഷുഗർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും കൊണ്ടും. ഓക്കെ, ദെൻ fruits contain fructose, which is a primary carbohydrate. These increase the blood sugar level. Why are fruits still recommended to be eaten? So എന്താണ്, ഫ്രൂട്ട്സിനകത്ത് എന്താണ്? ഫ്രക്ടോസ് ആണ്. അതെന്താണ്? ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷെ എന്താണ്, അത് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഷുഗറിന്റെ ലെവൽ ഇൻക്രീസ് ആവും. പക്ഷെ സ്റ്റിൽ എന്താണ്, നമ്മൾ അത് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ആൾക്കാരോട്. എന്തുകൊണ്ട്? ദേ ഹാവ് എക്സെപ്ഷണലി ലോ ഗ്ലൈസമിക് ഇൻഡെക്സ്. അവർക്ക് എന്താണ്? ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. They have exceptionally high glycemic
ഇൻഡെക്സ്, അവർക്ക് എന്താണ് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ്. അല്ലെങ്കിൽ എന്താണ് ദേ ആർ സെക്കൻഡറി കാർബോഹൈഡ്രേറ്റ്സ്, അവരെന്താണ് സെക്കൻഡറി കാർബോഹൈഡ്രേറ്റ്സ് ആണ്, അല്ലെങ്കിൽ നോട്ട് മെൻഷൻ. സോ എന്താണ് റൈറ്റ് ആൻസർ? അവർക്ക് എന്താണ് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. ദേ ഹാവ് എക്സെപ്ഷൻലി ലോ ഗ്ലൈസമിക് ഇൻഡെക്സ്. There are certain exceptions to the glycemic index. Fruits are one of them. It is low for fruits. So ഫ്രൂട്ട്സിന്റെ ഒക്കെ കേസിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്താണ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്താ അവര് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഷുഗറിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മൾ അവരെ കൺസ്യൂം ചെയ്യാൻ പറയുന്നത്. Okay. Then, what is the glycemic index of carbohydrates? Carbohydrates in the glycemic index ഏതാണ്? It shows which outer nutrients it will be ingested with. So it shows how quickly a carbohydrate is digested. It shows how quickly a carbohydrate increases the blood sugar level. So എന്താണ് glycemic അല്ലെങ്കിൽ carbohydrates ന്റെ glycemic index എന്ന് പറയുന്നത് എന്താണ്? It shows which other nutrient is being ingested with. So മറ്റ് ഏത് ന്യൂട്രിയൻസിന്റെ കൂടെയാണ് ഇത് ഇൻജസ്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം നന്നായിട്ട് ഒരു കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് എത്രമാത്രം നന്നായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ബ്ലഡ് ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു, എന്തിനെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്താണ്? നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിൽ നിന്ന് എത്രമാത്രം നമ്മുടെ ബോഡിയിൽ ഷുഗറിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, അതിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കൊണ്ട് പറയുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ. സോ ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.